ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ബിസ്മി കിച്ചണിലോട്ട് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ആലു പൊറോട്ടയുടെ റെസിപ്പി ആയിട്ടാണ്. നല്ല ടേസ്റ്റിയാണ്, വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. എപ്പോഴും നമ്മൾ ചപ്പാത്തിയൊക്കെ കഴിക്കുന്നതിലും ഡിഫറെൻ്റ് ആയിട്ട് നമുക്കിന്നൊരു ആലു പൊറോട്ടയുടെ റെസിപ്പിയാണ്. നല്ല സോഫ്റ്റാണ്. അപ്പം നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമ്മൾ 3 പൊട്ടാറ്റോ പുഴുങ്ങിയതിന് ശേഷം തോലൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. അതിനെ നമുക്ക് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. അതിനിട്ട് ഞാൻ ഇതേപോലെ ഒരു ഇതിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമുക്ക് കട്ടയൊന്നും ഇല്ലാതെ പെട്ടെന്ന് ഉടഞ്ഞു കിട്ടും. ഇതുണ്ടോ? ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളതും ബാക്കി 2 എണ്ണവും കൂടി ഗ്രേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ 3 എണ്ണവും ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഗ്രേറ്റ് ചെയ്തത് നമുക്ക് ഒരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതേപോലെ ഒരു ബൗൾ എടുക്കാം. അതിലേക്ക് നമുക്ക് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. ഗോതമ്പ് പൊടി എന്ന് പറയുന്നത് ഞാൻ വോൾ വീറ്റ് ആട്ടയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമുക്ക് 2 കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഞാനിവിടെ ചെറു ചൂടുവെള്ളമാണ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് കൈകൊണ്ട് താങ്ങാൻ പറ്റിയ ചെറിയൊരു ചൂട് ആവശ്യത്തിന് ഒഴിച്ചിട്ട് നമുക്ക് കുഴച്ചെടുക്കാം. ഇത് നമുക്ക് എത്ര വെള്ളം വേണമെന്നുള്ള കറക്റ്റ് അളവ് നമുക്ക് പറയാൻ സാധിക്കില്ല കേട്ടോ. പല ഗോതമ്പ് പൊടിക്കും ആട്ടമാവിനൊക്കെ പല അളവായിരിക്കും വെള്ളത്തിന്. അപ്പോൾ നമുക്ക് കുറച്ച് വീതം ഒഴിച്ചിട്ട് നമ്മൾ ചപ്പാത്തിക്കൊക്കെ നമ്മൾ എങ്ങനെയാണ് കുഴക്കുന്നത് അതേപോലെ കുഴച്ചെടുക്കാം. അപ്പോൾ നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് 1 സ്പൂണ് ഓയിൽ കൂടെ ചേർത്ത് കൊടുക്കാം. ഓയിലൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് കുഴച്ചെടുക്കാം. ഇതാ നമ്മൾ ആ ഓയിൽ കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് റെസ്റ്റ് ചെയ്യാം. ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ അടച്ചിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ നമുക്ക് ആ സമയം കൊണ്ട് വേറൊരു കാര്യം കൂടി ചെയ്തെടുക്കാം. ഇതേപോലെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 സ്പൂണ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഒഴിച്ച ഓയിൽ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തതാണ്, അത് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ഉണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു ചെറിയ സവാള ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്, വളരെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തത്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ സവാള പെട്ടെന്ന് വാടിക്കിട്ടാനായിട്ട് ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. സവാള നന്നായിട്ട് മൂത്ത് ചുവന്ന കളറാകണ്ട, നന്നായിട്ടൊന്ന് വാടി കിട്ടിയാൽ മാത്രം മതി. അപ്പോൾ നമ്മുടെ സവാളയൊക്കെ നോക്കാം, അത്യാവശ്യം നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇത്രയും മതിയാകും. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഫ്ലെയിം ഒന്ന് ലോ ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം.
ഇതിലേക്കുള്ള പൊടികളുടെ അളവ് വളരെ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ചേർക്കാം, അര ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം, അതേപോലെ തന്നെ ഒരു നുള്ള് വലിയ ജീരകത്തിൻ്റെ പൊടി ചേർക്കാം. അതേപോലെ തന്നെ അതേ അളവിൽ തന്നെ ഒരു നുള്ള് ഗരം മസാല ചേർക്കാം, അര ടീസ്പൂണ് മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇത്രയും പൊടികൾ ചേർത്തിട്ട് ഈ പൊടികളുടെ ഈ പച്ചക്കുത്ത് പോകുകയോളം മാത്രം ഒന്ന് വഴറ്റി കൊടുക്കാം. ഒരു 10-15 സെക്കൻഡ് മാത്രം ഒന്ന് ലോ ഫ്ലെയിമിലിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി. കാരണം നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് വാടി കിടക്കുകയല്ലേ, പാനും നല്ല ചൂടാണ്. അപ്പോൾ ഒരു 10-15 സെക്കൻഡ് മാത്രം ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മല്ലിയിലയാണ്. ഞാനൊരു വലിയ പിടി മല്ലിയില എടുത്തിട്ടുണ്ട്. മല്ലിയില ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇതാ നമ്മൾ ചേർത്ത മല്ലിയിലയും നന്നായിട്ടൊന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് തണുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇതാ നമ്മൾ ഉള്ളിയൊക്കെ വാട്ടി വെച്ചത് ഇവിടെ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ ഉരുളൻകിഴങ്ങ് ഗ്രേറ്റ് ചെയ്ത് വെച്ചത്, പുഴുങ്ങിയ ഉരുളൻകിഴങ്ങ് ഗ്രേറ്റ് ചെയ്ത് വെച്ചത് അതിലേക്ക് നമുക്കിത് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് കൈകൊണ്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഉപ്പ് നോക്കണം. ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഉപ്പ് കുറവാണ്, നമ്മൾ സവാളയിൽ ചേർത്ത ഉപ്പ് കുറവാണ്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ചുകൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഉപ്പ് കൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഇതാ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ അരമണിക്കൂറായിട്ടുണ്ട്. നമ്മളിവിടെ മാവ് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്നു, ചപ്പാത്തിക്ക് കുഴച്ചത്. അപ്പോൾ അതും അവിടെ ആയിട്ടുണ്ടാവും. ഇനിയിപ്പോൾ നമുക്ക് കൈയൊക്കെ ഒന്ന് കഴുകിയിട്ട് മാവൊന്ന് നോക്കി നോക്കാം. ഇതാ ഇപ്പം നമ്മുടെ മാവ് നന്നായിട്ട് സോഫ്റ്റായി വന്നിട്ടുണ്ട്. കണ്ടോ, പിന്നെ കുത്തുമ്പോൾ തന്നെ കൈ ഇതിൻ്റെ ഉള്ളിലേക്ക് പോകുന്നുണ്ട്. നമുക്കൊന്നും കൂടി ഒന്ന് അയച്ചെടുത്തതിന് ശേഷം നമുക്കിത് ആവശ്യത്തിനുള്ള വലിപ്പത്തിന് പരത്തിയെടുക്കാം. അപ്പോൾ നമ്മളെപ്പോഴും ചപ്പാത്തിയും അപ്പം ദോശ ഇതൊക്കെ കഴിച്ചുമ്പോഴെങ്കിൽ ഒരു പ്രാവശ്യം നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കി നോക്കുകൊണ്ട് നല്ല ടേസ്റ്റിയാണ്. കറിയൊന്നും വേണ്ട, നമുക്ക് ഇങ്ങനെ തന്നെ കഴിക്കാൻ പറ്റും. നമുക്ക് എത്ര വലിപ്പം വേണം അതിനനുസരിച്ചിട്ട് ബോൾസ് ആക്കിയിട്ട് എടുക്കാം. ഇനി നമുക്ക് ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോന്ന് എടുത്തിട്ട് പരത്തിയെടുക്കാം. ആദ്യം നമ്മൾ ഒരുപാട് കനം കുറച്ച് പരത്തേണ്ട ആവശ്യമില്ല. കണ്ടോ, ഈ ഒരു കനത്തിലാണ് ഞാൻ പരത്തിയെടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്, ഇനി നമ്മളിവിടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഉരുളൻകിഴങ്ങിൻ്റെ ആ കൂട്ട് നമുക്ക് ഈ ചപ്പാത്തിയുടെ നടുവിലേക്ക് വെച്ച് കൊടുക്കാം. അതിനുശേഷം കണ്ടോ, നമുക്കിങ്ങനെ എക്സസ് ആകുന്നത് കുറച്ച് നമുക്ക് മാറ്റി വയ്ക്കാം. ഒരല്പം മാവ് കൂടെ ഇട്ടിട്ട് നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. പരത്തുമ്പോൾ നമ്മൾ ഒരുപാട് പ്രസ് ചെയ്ത് പരത്തേണ്ട ആവശ്യമില്ല.
പതുക്കെ നല്ല സ്ലോയിലൊന്ന് പരത്തിയെടുത്താൽ മതി. അപ്പോൾ ഇതാ ഞാൻ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളതും പരത്തിയെടുക്കാം. ഞാൻ ഇതേപോലൊരു തവ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മളിത് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോന്നായിട്ട് ചുട്ടെടുക്കാം. ആദ്യം തന്നെ നമ്മളൊരു അല്പം ഓയിൽ ഇതിലേക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ അത് ഒരു ഭാഗം ആകുമ്പോൾ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ നമുക്കിത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ച് മറിച്ച് വിട്ടിട്ട് ഇത് നമുക്കൊന്ന് ചുട്ടെടുക്കണം. ആവശ്യത്തിനുള്ള ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഈ ഓയിലിന് പകരം നെയ്യ് മതിയെങ്കിൽ നെയ്യ് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ആലു പൊറോട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, നല്ല ഫ്ലഫി ആയി വന്നിട്ടുണ്ട്. കണ്ടോ, നമ്മൾ പരത്തുമ്പോൾ ഒരുപാട് കനം കുറച്ച് പരത്തണ്ട കേട്ടോ. നമ്മൾ പിന്നെ ഉരുളക്കിഴങ്ങിൻ്റെ മിക്സ് നിറച്ചതിന് ശേഷം ഒരുപാട് കനം കുറച്ച് പരത്തേണ്ട ആവശ്യമില്ല. ഒരുപാട് കനം കുറച്ച് കഴിഞ്ഞാൽ ഇത് പൊങ്ങി വരാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാവും. പിന്നെ സാധാരണ ചപ്പാത്തിയൊക്കെയാണ് കുറച്ച് സമയം എടുക്കും ഇതൊന്ന് വെന്ത് കിട്ടാൻ. അപ്പോൾ ഇതാ നമ്മുടെ ആലു പൊറോട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാം. നല്ല ടേസ്റ്റിയാണ്. കറിയൊന്നും വേണ്ട ആവശ്യമില്ല. നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റും. എപ്പോഴും നമ്മൾ ചപ്പാത്തി അപ്പം ഒക്കെ കഴിച്ച് മടുത്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കുകൊണ്ട് കേട്ടോ. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ബിസ്മി കിച്ചൻ എന്ന യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. ആ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെച്ചാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ കറക്റ്റായിട്ട് ലഭിക്കും. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.